ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറെ ദിവസമായി ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്തിട്ട് ഈ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഞാൻ ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇപ്പൊ സമയം കിട്ടാതെ കൊണ്ടാണ് കേട്ടോ. നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു ക്ലോത്തിങ്ങിന്റെ ബിസിനസ് ഓൺലൈനൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ ഫുൾ പരിപാടി ഞാനായതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യണം, പിന്നെ സാധനങ്ങൾ എങ്ങനെ നോക്കിയിട്ട് അത് ചെയ്യണം. അതേപോലെ തന്നെ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന സമയത്ത് അതിന്റെ എൻക്വയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ റിപ്ലൈ കൊടുക്കണം. അതേപോലെ അതിന്റെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കണം, പാക്ക് ചെയ്യണം, പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് ഞാൻ ഭയങ്കര ബിസിയാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഇതിന്റെ ഇടയ്ക്ക് ഡേ ഇൻ മൈ ലൈഫ് ഒന്നും എടുക്കാൻ സമയമേ കിട്ടാറില്ല. അതാണ് ശരിക്കും. ഒരു സിനിമ കാണാൻ പോലും എത്രയോ കാലം, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയൊന്നും സിനിമ കാണുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറെ ദിവസമായിട്ട് സിനിമ തന്നെ കണ്ടിട്ടില്ല. ടിവിയോ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിലൊന്നും എനിക്ക് ഫോൺ എടുക്കാൻ പോലും സമയം കിട്ടാറില്ല കേട്ടോ. അങ്ങനെ ഞാൻ ബിസി ആയതുകൊണ്ടാണ്. അപ്പൊ എന്നോട് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്താ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാത്ത, ഭയങ്കര ഫുൾ ബിസിനസ്സിലേക്ക് മാറിയതൊക്കെ. അതെന്ന് വെച്ചാൽ നമുക്ക് സമയം കിട്ടാത്ത കേട്ടോ. കാരണം ആ ഒരു ട്രാക്കിലേക്ക് അങ്ങനെ വരുന്നല്ലോ. അപ്പൊ കുറെ കാര്യങ്ങൾ പഠിക്കണല്ലോ. അപ്പൊ ഞാൻ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയാണ് ശരിക്കും. ഞാൻ ഈ ഒരു നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാണ്ട് കാരണം എന്താ വെച്ചാല് ഇപ്പൊ നിച്ചൊക്കെ ഇങ്ങനെ വലുതായി വരില്ലേ. അപ്പം കുറെ കഴിയുമ്പോൾ അവന്റെ ആ ഒരു ചെറുപ്പകാലം കാണാലോ, അല്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ കാണാൻ വെച്ചിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു വ്ളോഗ് എടുത്തിരുന്നത്. നല്ല നല്ല രസമായിട്ടില്ല നമുക്ക് പിന്നെ അത് കാണുമ്പോൾ. നമ്മളിതൊക്കെ എത്ര വീഡിയോ എടുത്ത് വെച്ചാലും അല്ലെങ്കിൽ ഫോട്ടോസ് ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാലും കുറെ കഴിയുമ്പോൾ മെമ്മറി കാർഡ് പോകുക, അല്ലെങ്കിൽ അതിന്റെ ഇപ്പൊ ലാപ്പിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, പഴയ ലാപ്പിലേക്ക് കുറെ ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറെ പോയിട്ട് ലാപ്പ് കിട്ടുന്നപ്പോ അതൊക്കെ പോയി. അപ്പം അന്നൊന്നും ഇപ്പൊ പിന്നെ നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ അന്നൊക്കെ അങ്ങനെ സേവ് ചെയ്തിട്ടു ഫോണിലൊക്കെ ഉള്ള ഫോട്ടോസ് ഒക്കെ പോയപ്പോ കുറെ അതൊക്കെ പിന്നെ എടുക്കാനില്ല. പക്ഷെ ഇപ്പൊ യൂട്യൂബിലൊക്കെ ആവുന്ന സമയത്താണെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടാ എപ്പോ വേണമെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റില്ല. അത് നഷ്ടപ്പെടുന്നുള്ള ടെൻഷൻ വേണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഒക്കെ നല്ലതാണ് ശരിക്കും ഡേ ഇൻ മൈ ലൈഫ് കിട്ടുന്നത്. നമുക്ക് തന്നെ രസമുള്ള കാര്യം. പക്ഷെ ഇപ്പൊ സമയം കിട്ടണില്ല. അപ്പൊ അതൊന്ന് പറയാൻ വിചാരിച്ചു. പിന്നെ അതേപോലെ തന്നെ ആമസോണിലിപ്പം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്, എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് പ്രൊഡക്റ്റുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ കാണിച്ചു തരാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഡേ ഇൻ മൈ ലൈഫ് എടുക്കും നമ്മൾ ഒഴിവാക്കിയിട്ടൊന്നുമില്ല, എനിക്ക് ഇഷ്ടമാണ്. എന്തായാലും നമ്മൾ സമയം കിട്ടുമ്പോൾ ഒക്കെ വീഡിയോ കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് കാണിച്ചു തരാം. ഇത് വന്നിട്ട് മാമഅർത്തിന്റെ ഉത്തൻ ഡീറ്റാൻ ഫേസ് പാക്ക് ആണ്. അത് നമ്മൾ പുറത്തു പോയിട്ട് വെയിലുള്ളതൊക്കെ ഫേസ് ഭയങ്കര ഡാർക്ക് ആയി പോകും, അല്ലെങ്കിൽ മുഖം കരിവാളിച്ചിട്ടൊക്കെ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ടാൻ മാറ്റാനായിട്ട് നമ്മൾ ഹോം റെമഡീസിനെ ട്രൈ ചെയ്യില്ലേ, കടലപ്പൊടിയും അല്ലെങ്കിൽ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും തൈരൊക്കെ ഇട്ടിട്ട് നമ്മൾ പാക്ക് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ യൂസ് ചെയ്യാം. അപ്പൊ അത് നമുക്ക് മടിയാണ്. ഇങ്ങനെ എന്തെങ്കിലും മേടിക്കാൻ കിട്ടുകയാണെങ്കിൽ അതേ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ്. നമ്മുടെ മഞ്ഞളും കടലപ്പൊടിയും സാഫ്രോണും കാര്യങ്ങളൊക്കെയാണ് ഇതിലെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. അപ്പം വലുതാട്ടോ ഇങ്ങനെ ഉണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനെടുത്തിട്ട് പിന്നെ ഒഴിവാക്കാം. അങ്ങനെ ഇവരുടെ തന്നെ ഈ റേഞ്ചിലുള്ള കുറെ സംഭവങ്ങളുണ്ട്. ഈ ഒരു റേഞ്ചിൽ നമുക്കൊരു ഫേസ് വാഷ് ഒക്കെ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് അപ്ലൈ ചെയ്യുക, ഒരു 10-20 മിനിറ്റ് ഫേസിൽ വെക്കുക, എന്നിട്ട് ഒന്ന് മസാജ് ഒക്കെ ചെയ്തിട്ട് ഫേസ് വാഷ് എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫേസ് മാസ്ക് ആണിത്. ഫേസ് മാസ്ക് അടിപൊളിയാണ്, ഫേസ് പാക്ക് ആണ്. പിന്നെ അതേപോലെ നല്ലൊരു മോയ്സ്ചറൈസർ നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി ഒരു ഓയിലി സ്കിൻ ആയിരിക്കും നല്ലത്. ഇത് ഡെർമാകോയിന്റെ ഓയിൽ ഫ്രീ ഡെയിലി ഫേസ് മോയ്സ്ചറൈസർ ആണ്. കണ്ടോ, ഇതാണ് സംഭവം. നോൺ ഗ്രീസി ആണ്. അതേപോലെ തന്നെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഹൈലൂറോണിക് ആസിഡ്, സെറാമൈഡ്സ്, മൾട്ടി വിറ്റാമിൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞോ ആമസോണിൽ ഓഫേഴ്സ് ഉണ്ട്. അപ്പൊ മേടിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഓയിലി സ്കിൻ ഒക്കെ ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് ഇത്. പിന്നെ അടുത്ത് വന്നിട്ട് കുറച്ചും കൂടെ ഒരു വേറെ ഇതെന്താ വെച്ചാൽ ഞാൻ ഇതിന്റെ ഒരു അത്യാവശ്യം നല്ല റിവ്യൂ കണ്ട് മേടിച്ചൊരു ഫേസ് പാക്ക് തന്നെയാണ്. ഇത് പിൽഗ്രിമിന്റെ ആണ്. ഒരു ഗോൾഡ് ആണ്, 24 ഗോൾഡ്, ചില 24K ഗോൾഡ് ഫേഷ്യൽ മാസ്ക് ആണ്. ഇത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. കാണിച്ചു തരാം. ഇതാണ്, ഇതേപോലെയാണ് വരുന്നത്. ഒരു കുറച്ചൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. റോസ് വാട്ടറിന്റെ ഒരു പുത്ര സ്മെല്ലോ ആയിരിക്കും എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം ഇതും നല്ലൊരു ഫേസ് മാസ്ക് ആണ്. ഇത് മറ്റേന്റെ അത്ര തിക്കല്ല, ഭയങ്കര ഒരു കുറച്ചും കൂടെ ഒരു ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറിലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം ഇതാണ് അടുത്തൊരു ഫേസ് മാസ്ക് എന്ന് പറയുന്നത്. ക്രൂവാലിറ്റി ഫ്രീ ആണ്, അങ്ങനെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അധികം ടോക്സിൻസ് ആയിട്ടുള്ള കെമിക്കൽസും കാര്യങ്ങളൊക്കെ കുറവാന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പാരബൻസ് ഇന്നത്തെ പ്രൊഡക്റ്റ് ആണ്. പിന്നെ അടുത്ത് വന്നിട്ട് ഒരു ഫേസ് വാഷ് ആണ് കാണിക്കുന്നത്. ഇത് റൈസ് ഷോപ്പിന്റെ ഫോമിങ് ക്ലെൻസർ ആണ് കേട്ടോ. ഇതാണ് സംഭവം. ചെറിയൊരു ഇതാണെങ്കിലും 300-400 ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതും അത്യാവശ്യം നല്ല റിവ്യൂ കണ്ടിട്ട് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നോർമൽ നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ചെയ്യും, അല്ലെങ്കിൽ ഓവർ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യില്ല. ചില ഫേസ് വാഷ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് മുഖം ഭയങ്കര വലിഞ്ഞു മുറുകില്ല, അങ്ങനത്തെ ആ ഒരു ഇഷ്യൂ ഒന്നുമില്ല കേട്ടോ. അപ്പം ഇതാണ് അടുത്ത ഫേസ് ഷോപ്പിന്റെ ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇത് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാമഅർത്തിന്റെ ഒരു ഫൗണ്ടേഷൻ കേട്ടോ. ഇത് ഐവറി അല്ലേ, നോക്കട്ടെ, 01 ഐവറി ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളതാണ്.
കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ തന്നെയാണ്. ലാക്മേന്റെ യൂസ് ചെയ്യാറുണ്ട്, ഈ ഒരു മാമോത്തിന്റെ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിന്റെ തന്നെ വേറെ കുറെ ഷെയ്ഡുകൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഫൗണ്ടേഷനിൽ ഇത് കുറച്ചും കൂടെ ലൈറ്റ് ആണ്, ആൽമണ്ട് ഗ്ലോയോ അങ്ങനെ സംഭവം ഉണ്ട്. അതാണ് എന്റെ കറക്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ. അതെനിക്ക് ഇത്തിരി ലൈറ്റ് ആണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇത് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്ക് പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് ഇനി വരും ദിവസങ്ങളിൽ കാണാം കേട്ടോ. ബൈ.